സെന്റ് തോമസിനെ കുത്തിക്കൊല്ലാൻ വന്നപ്പോൾ ശത്രുക്കളെ ഭയന്ന് ഒളിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടെയല്ല, ഇവിടെ ചെയ്തേക്കുന്നത് മലിയാപ്പൂരാണ്. ചെന്നൈ അടുത്തുള്ള സ്ഥലത്ത് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ അതിവിടെ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്, ഒളിച്ചിരുന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊക്കെ കാണാൻ വരിക. പാലൂർ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോകണം. യൂട്യൂബിൽ എൻ്റെ ചാനൽ കണ്ടവരൊക്കെ വന്നിട്ട് പാലൂർ പള്ളി വന്ന് കണ്ടിട്ട് പോകണം. അത്രയും നന്നായിട്ടുണ്ട് കാണാൻ. ജാതി മതം ഒന്നും വിചാരിക്കാൻ പാടില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉള്ളവർ നല്ല സഹകരണവും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇതാണ് സെൻറ്റ് തോമസ്. ചെന്നൈയിലാണല്ലോ സംഭവിച്ചത്, കല്ലെറിഞ്ഞിട്ട് കൊന്നത്. അതിൻ്റെ ഇത് ബോക്സിലാക്കിയിട്ട് വെച്ചേക്കണം. ഡെയിലി ഇവിടെ ഫ്ലവറൊക്കെ വിൽക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കുളവും എല്ലാം. ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക. അതെ, ശരി ശരി. വരുമ്പോ വിളിക്കാറുണ്ട്. ശരി ശരി. ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കി. അപ്പൊ മറ്റു ശിഷ്യന്മാര് പറഞ്ഞു, നിങ്ങൾ തോമാസിയെ കണ്ടു എന്ന് പറഞ്ഞു. അല്ല, ഈ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ തോമാസിയെ വിശ്വസിക്കില്ല. ഞാന് അത് അതാണ് തൊട്ടാലാണ്ട് ഇത് ഈശോയുടെ ഹൃദയം, ഇത് തോമാസിയുടെ കയ്യിൽ കയറുന്നു. തൊട്ടാല് വിശ്വസിക്കുള്ളൂ എന്ന് പറയും. അതാണത്. ഹൃദയാണത്. ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഹൃദയാണത്രത്. ഇത് കയ്യാ. ഈശോയുടെ ഹൃദയം തോമസിന്റെ കയ്യുമാണത്രത്. എന്ത് ഭംഗിയായിട്ട് ചെയ്തു. നമുക്ക് ഇവിടേക്കെല്ലാം വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പൊ എഴുന്നേറ്റ് വന്നപ്പോൾ തോമാസിനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങള് ഉയർത്തെഴുത്തുന്ന ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയും. അപ്പൊ തോമാസിയെ വിശ്വസിക്കില്ല. ഞാൻ ഇതിന്റെ ആണിപ്പാതകളില് തൊട്ടല്ലാണ്ട് ഞാൻ വിശ്വസിക്കില്ല. പിന്നീട് തോമാസിനെ ഉള്ളപ്പോ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ആള് തൊട്ടു, അങ്ങനെ തൊട്ടറിഞ്ഞു വിശ്വസിച്ചു. സന്തോഷമായി ഇതെല്ലാം കാണാൻ കഴിഞ്ഞത്. എന്ത് ഭംഗിയായിട്ടാ പുല്ലിൽ വെട്ടി വെച്ചിട്ടുള്ളത്. ശരി. ഹൃദയാണിത് കേട്ടാ, ഹൃദയമാണിത്. കയ്യും ഹൃദയം.